ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊടി വാട്ടിയെടുക്കാതെ സിമ്പിളായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഗോതമ്പ് കോഴിക്കോട്ട തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് അളവിൽ ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ സെയിം കപ്പിന് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുത്തുണ്ട്. നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്നത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ഗോതമ്പ് പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് മാത്രം മതിയാവും ഒഴിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, കുറച്ച് ലൂസിലാണ് കിട്ടിയത്. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കട്ടെ. നമുക്കിനി തേങ്ങയൊക്കെ ഒന്ന് വിളയിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. കല്ലില്ലാത്ത ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുത്താണ് പഞ്ചസാര ചേർത്ത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈവശം നെയ്യ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെയൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പരുവത്തിനാണ് മാവ് കിട്ടിയത്. നമ്മൾ എല്ലാം ഈ ഒരു സൈസിൽ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും ശർക്കരയും വിളയിച്ചതും ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു സ്പൂൺ ഉപയോഗിച്ച് വെച്ച് കൊടുത്താലും മതി. ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു ഉരുള വെച്ച് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. അതിനോട് വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി കൊടുക്കാം. എല്ലാം തയ്യാറാക്കി എടുക്കാം. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ ഗോതമ്പ് കോഴിക്കോട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് കോഴിക്കോട്ടയാണ് നമ്മൾ തയ്യാറാക്കിയത്. ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയേക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് കോഴിക്കോട്ട തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയത്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലേ? ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.